ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ജൂലൈ മാസം 26-ാം തീയതി OTT റിലീസ് ചെയ്ത സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഉർവശി, പാർവതി തിരുവോത്തം ഒക്കെ പ്രധാന റോളിലെത്തിയ ഒരു ഡ്രാമ ത്രില്ലർ ബാത്തിലൂടെ സിനിമയായിരുന്നു. ഉള്ളൊഴുക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി കഴിഞ്ഞ ദിവസം സർപ്രൈസ് റിലീസ് ചെയ്തിരുന്നു. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ നോക്കുന്നത് കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എഴുതാൻ ശ്രമിക്കുക. തിയേറ്ററിൽ വൻ വിജയം കരസ്ഥമാക്കിയ സിനിമ തന്നെയായിരുന്നു ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അടുത്തൊരു തമിഴ് സിനിമയാണ് വെപ്പൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ സത്യരാജൊക്കെയാണ് സിനിമയിൽ പ്രധാന കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആഹാ തമിഴ് വഴി തമിഴ് ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത് കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമയാണ്. നമ്മുടെ റോഷൻ മാത്യു, അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന റോളെത്തിയ ഒരു മിസ്റ്ററി ത്രില്ലർ മാത്രമുള്ള സിനിമയാണ് പാരഡൈസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈം വഴിയും മാനവർ മാക്സ് വഴിയും ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത് കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി പ്രധാനം ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു ഹിന്ദി സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് വാഹി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ഹോട്ട്സ്റ്റാർ വെബ് സീരീസാണ്, തമിഴ് വെബ് സീരീസാണ്. നമ്മുടെ യോഗി ബാബു നായകനായി എത്തിയ ഒരു കോമഡി വെബ് സീരീസാണ്. ചട്നി സാമ്പാർ എന്നാണ് വെബ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ഓഡിയോയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നു കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ജൂലൈ മാസം 26-ാം തീയതി OTT റിലീസ് സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ലിസ്റ്റിൽ പറഞ്ഞ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി നടത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിനോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള OTT അപ്ഡേറ്റും റിവ്യൂസും കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊണ്ണൂറ് കാണുന്ന ബെല്ലൈക്കൻ ചോദിച്ചാൽ തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.